ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദ പഞ്ചാംഗം ഉയിർപ്പ് കാലം 3-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. അവർ പ്രാതൽ കഴിച്ചതിന് ശേഷം യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പ്രതിവചിച്ചു, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. അവൻ രണ്ടാമതും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പ്രതിവചിച്ചു, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. അവൻ അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ പരിപാലിക്കുക. അവൻ മൂന്നാമതും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമയോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിച്ചു. അവൻ അവനോട് പറഞ്ഞു, കർത്താവേ, നീ സകലവും അറിയുന്നു. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ തിരിച്ചറിയുന്നു. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയിക്കുക. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യുവാവായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടുകയും ഇഷ്ടമുള്ളിടത്തേക്ക് നടക്കുകയും ചെയ്തു. പ്രായമാകുമ്പോഴോ നീ കൈനീട്ടുകയും മറ്റൊരുത്തം നിന്റെ അരകെട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഏത് വിധത്തിലുള്ള മരണത്താൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ് അവൻ ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞതിന് ശേഷം അവൻ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പല പല തട്ടുകളിൽ വായിച്ചെടുക്കാവുന്ന ഒരുപാട് പൊരുളുകളുടെ അടരുകളുള്ള ഒരു തിരുവചന ഭാഗമാണ്. ഞാനൊരു തട്ടിലുള്ള വ്യാഖ്യാനം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോമായുടെ സിംഹാസനം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം, ഏതർത്ഥത്തിലാണ് സഭകളുടെ കൂട്ടായ്മ എന്നുള്ള ആ അർത്ഥത്തിൽ യോഹന്നാന്റെ സഭ എങ്ങനെയാണ് ഇതിനെ കണ്ടതെന്നൊക്കെ അതിനകത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ മകനായ ശിമയോനെ, യേശുവിന് 3 ചോദ്യങ്ങളിലും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ സംഭാഷണമല്ല, വളരെ ഔദ്യോഗികവും ഗാംഭീര്യം നിറഞ്ഞതുമായ സംഭവമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പന്റെ പേരും മകന്റെ പേരും എല്ലാം ചേർത്ത് വിളിക്കുന്നത്. ഇവരെക്കാൾ അധികമായി, യോഹന്നാന്റെ മകനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെയാണ് ചോദിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാൾ അധികമായി. എന്തുകൊണ്ടാണ് ഇവരെക്കാൾ അധികമായും ചോദിച്ചത്? മറ്റെല്ലാ ശിഷ്യന്മാരും യേശുവിനെ ഉപേക്ഷിച്ചാലും താൻ യേശുവിനെ ഉപേക്ഷിക്കുകയില്ലെന്ന് വാക്ക് കൊടുത്ത ആളാണ് പത്രോസ്. മത്തായി 26:33. അതിനാൽ അവരെക്കാൾ ഗൗരവതരമായ വിധത്തിൽ വീണു പോയിട്ടുണ്ട് പത്രോസ്. അവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പരസ്യമായി പത്രോസ് പ്രഖ്യാപിക്കണം. ഇവരെക്കാൾ അധികമായി എന്ന ഈ പ്രയോഗം, പദസന്ധി ആദ്യത്തെ ചോദ്യത്തിൽ മാത്രമേ ഉള്ളൂ. ഇവയേക്കാൾ അധികമായി എന്നും അർത്ഥമാകാം എന്നൊരു വ്യാഖ്യാനമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അധ്യായം തുടങ്ങുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന പത്രോസിന്റെ ഒരു തീരുമാനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ നോക്കിയാൽ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ മീൻ പിടിക്കാൻ പോവുക, തൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുകയാണ്. അപ്പോൾ പത്രോസിന്റെ തീരുമാനത്തിന് ബന്ധപ്പെടുത്തിയാണെങ്കിൽ നീ ഈ മത്സ്യങ്ങളെക്കാൾ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ പ്രിയമുണ്ടോ എന്നർത്ഥം. ഇവയേക്കാൾ അധികമായിട്ട് മീൻപിടുത്തമാണല്ലോ നീ ഇപ്പം ഏർപ്പെട്ടിരിക്കുന്നത്. ഈ മീൻപിടുത്തമാണോ, നിന്റെ ജോലിയാണോ, നിന്റെ മത്സ്യമാണോ, അതാണോ നിനക്ക് പ്രാമുഖ്യം, അതോ ഞാനാണോ? ഇത് നമ്മളോട് ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? മാത്രമല്ല, തൊട്ടു മുമ്പ് പത്രോസ് വലിയ മത്സ്യങ്ങൾ നിറഞ്ഞ വല ഇങ്ങനെ വലിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നു, വലിയ മത്സ്യങ്ങൾ കിട്ടി. അപ്പോൾ ഇനിയിപ്പം അതാണോ നിനക്ക് താല്പര്യം, അതോ ഞാനാണോ? അതിനുത്തരം പറയണം. ഇവയേക്കാൾ അധികമായി അല്ലെങ്കിൽ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഗ്രീക്ക് വാക്ക് അഗാപ്പാവുവോ എന്നാണ്. അതിൽ നിന്നാണ് അഗാപ്പ എന്ന വാക്കുണ്ടാവുന്നത്. അത് ആ വാക്കെന്ന് പറയുന്നത് ഗ്രീക്കിൽ 4 വാക്കുകളുണ്ട് സ്നേഹത്തെ സൂചിപ്പിക്കാൻ. സ്റ്റോർഗെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും നമ്മൾ സ്നേഹം. ഫീലോസ് എന്ന് പറഞ്ഞാൽ സ്നേഹിതന്മാർ തമ്മിൽ സ്നേഹം. ഈറോസ് എന്ന് പറഞ്ഞാൽ ദമ്പതികൾ തമ്മിൽ സ്നേഹം. അഗാപ്പ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അളവറ്റ സ്നേഹം, അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത സ്നേഹം, താഴോട്ട് വന്ന് ഏതറ്റം വരെയും പോകുന്ന സ്നേഹം, അതാണ് അഗാപ്പെ. അപ്പോൾ അഗാപ്പാവു എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചുറപ്പിച്ച സ്നേഹം, എ വില്ലിംഗ് ലവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഉടമ്പടി സ്നേഹം, ഒരു കാരണവശാലും ലംഘിക്കുകയില്ല എന്ന് പറയുന്ന ഒരു ഉടമ്പടി സ്നേഹം, കവനന്റ് ലവ്. അല്ലെങ്കിൽ ഡിവൈൻ ലവ്,
ദൈവിക സ്നേഹം, ദിവ്യമായ സ്നേഹം. ഇങ്ങനെയൊക്കെ ഈ അഗാപ്പാവോ എന്ന വാക്കിന് അർത്ഥമുണ്ട്. അപ്പൊ യേശുവിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കും എളുപ്പമല്ല. ദിവ്യമായ സ്നേഹത്താൽ, ദൈവികമായ സ്നേഹത്താൽ ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ഉത്തരം പറയാൻ പറ്റില്ല. പത്രോസിനും പറ്റില്ല. മറ്റുള്ളവരെക്കാൾ അധികമായി ദിവ്യസ്നേഹത്താൽ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് നമുക്കെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? നമുക്കെങ്ങനെ പറയാൻ പറ്റും? നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടോ എന്നല്ല ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. യേശുവിനോടുള്ള ഈ സ്നേഹമാണ് അവന്റെ ആട്ടിൻ തൊഴുത്തിലേക്ക് കടക്കാനുള്ള വാതില്. യേശുവിനോടുള്ള ഈ സ്നേഹം ഇല്ലെങ്കിൽ പിൻവാതിലൂടെ കടക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് കവർച്ചക്കാരെന്നും പറഞ്ഞിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷം 10:7. അപ്പൊ ആട്ടിൻകൂട്ടത്തിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം യേശുവിനോടുള്ള സ്നേഹമാണ്. അതില്ലാത്തത് കൊണ്ടാണ് പലരും പിൻവാതിലൂടെ കയറി ഇടയന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നു. പക്ഷെ അവരാരും യേശുവിനോടുള്ള സ്നേഹം കറക്റ്റായിട്ട് ഇല്ലാത്തത് കൊണ്ടും അവന്റെ സഭയോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടും പിൻവാതിലൂടെ കടന്ന കവർച്ചക്കാരായി നിൽക്കുന്നത്. ആട്ടിൻകുട്ടികളെ മേയ്ക്കാതെ അവർ കൊന്നു തിന്ന് നടക്കുന്ന ഇടയന്മാരായിട്ട്, അതായത് ശരിക്കും കുഞ്ഞാടുകളെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളായിട്ട് നടക്കുകയാണ് പലരും. അതിന് കാരണം യേശുവിനോട് അവന്റെ സഭയോടുള്ള സ്നേഹമില്ല. അതിനാൽ നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെന്നല്ല ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യേശുവിനോടുള്ള സ്നേഹവും അവന്റെ സഭയോടുള്ള സ്നേഹവുമാണ് ആ സഭയാകുന്ന ആട്ടിൻകൂട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടം. അതില്ലാത്തവര് പിൻവാതിലൂടെ കടക്കുന്ന കവർച്ചക്കാരാണ്. യോഹന്നാൻ 10:7. അപ്പൊ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ സ്നേഹം എന്ന കവാടത്തിലൂടെ എന്റെ ആട്ടിൻകൂട്ടത്തിലേക്ക് കടക്കാൻ നീ തയ്യാറുണ്ടോ എന്നാണ്. ദിവ്യമായ സ്നേഹത്താൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിന്റെ മറുപടി എന്താണ്? ഉവ്. അത് ഉവ് നല്ല അർത്ഥത്തിലല്ല, പ്രയാസമാണ്, ഉത്തരം പറയാൻ പ്രയാസമാണ്. യെസ് എന്ന് പറഞ്ഞാൽ നോ എന്നാണ് അർത്ഥം. ഉവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഉവ്, കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അഗാപ്പാവുവോ എന്നാണ് ചോദിച്ചത് കർത്താവ്. ദിവ്യമായ സ്നേഹം, ദൈവികമായ സ്നേഹം ഉണ്ടോ എന്ന്. പത്രോസ് പറഞ്ഞത് ഫീലയോ എന്നാണ്. ഫീലയോ, സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഞാൻ പറഞ്ഞല്ലോ. ഫീലയോ, പ്രിയം, ഇഷ്ടം എന്നൊക്കെ അർത്ഥം. സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹമാണ്. അത് ദിവ്യസ്നേഹം പോലെ അഗാധമോ പരിശുദ്ധമോ അല്ല. ഇവരെക്കാൾ അധികം നീ എന്നെ ദിവ്യസ്നേഹത്താൽ സ്നേഹിക്കുന്നുവോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് പത്രോസ് കൊടുക്കുന്ന മറുപടി ഒരു സുഹൃത്തിനോടുള്ള പ്രിയമാണ് എനിക്ക് നിന്നോടുള്ളതെന്നാണ്. പക്ഷെ എങ്കിലും യേശുവിനെ സ്നേഹിക്കാനുള്ള മോഹം അവിടെയുണ്ട്, പത്രോസിനുണ്ട്. അത് കേമമാണ്, നമുക്കുണ്ടായ നന്ന്. പത്രോസിന്റെ ഉത്തരം അത്ര തന്റെ സ്റ്റാൻഡേർഡ് താൻ പ്രതീക്ഷിച്ച സ്റ്റാൻഡേർഡിന് ഒപ്പൊന്നും അല്ലെങ്കിലും ഈശോ പത്രോസിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഒന്ന്, യേശുവിൻ്റെതാണ് അജഗണം, പത്രോസിൻ്റെതല്ല. എൻ്റെ കുഞ്ഞാടുകളെ പറഞ്ഞത്. രണ്ട്, ആ അജഗണത്തെ മേയ്ക്കാനുള്ള ചുമതല യേശു തന്നെ പത്രോസിനെ ഭരമേൽപ്പിക്കുകയാണ്. സഭയുടെ പരമാധികാരിയായി പത്രോസിനെ യേശു തന്നെ നിയമിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ അധികാരത്തിൽ മറ്റാർക്കുമില്ലാത്ത തരത്തിൽ പത്രോസിന് പങ്കു കൊടുക്കുകയാണ്. അതാണ് ഇപ്പൊ നമ്മള് ആ പത്രോസിന് കൊടുത്ത അധികാരം പത്രോസിന്റെ കുടുംബകാര്യമായിട്ടല്ലല്ലോ, സഭയുടെ കാര്യമായിട്ടാണ്. അതാണ് മാർപ്പാപ്പയിലൂടെ പിന്തുടരുന്നത്. ഈ നിയമനവും വാഴിക്കലും സഭ അംഗീകരിച്ചു. അത് അംഗീകരിച്ചതിന് തെളിവാണ് ഇന്നും കത്തോലിക്ക സഭ ഇങ്ങനെ നിലനിൽക്കുന്നത്. സഭയുടെ പരമാധികാരിയായി പത്രോസ് സഭയിൽ പ്രവർത്തിച്ചുവെന്നും നമുക്ക് തെളിവുകളുണ്ട്. തന്റെ ഒന്നാമത്തെ ലേഖനം എഴുതുന്ന കാലയളവിൽ പത്രോസ് സ്വയം വിശേഷിപ്പിക്കുന്നത് മുഖ്യ ഇടയൻ എന്നാണ്. 1 പത്രോസ് 5:4. യേശുവാണ് നല്ല ഇടയൻ, സാക്ഷാൽ ഇടയൻ. യോഹന്നാൻ 10:11. ആ നല്ല ഇടയൻ പത്രോസിനെ തന്റെ സഭയുടെ ഇടയനായി വാഴിക്കുന്നു. ഇടയ ദൗത്യം പത്രോസിനെ ഏൽപ്പിക്കാൻ യേശുവിന് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അതായിരുന്നു ദൈവപിതാവിന്റെ ഹിതം. കത്തോലിക്ക സഭയുടെ മതബോധനം 553, 881. മാത്രമല്ല അതിലൂടെയാണ് യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശ്യം അവന്റെ രണ്ടാമത്തെ ആഗമനം വരെ ഭൂമിയിൽ തുടരാൻ സാധിക്കുന്നത്. ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ് സഭ ഇങ്ങനെ പ്രഖ്യാപിച്ചത്. സാർവത്രിക സഭയുടെ മുഖ്യ ഇടയനും കാണപ്പെടുന്ന തലവനുമായി ക്രിസ്തു പത്രോസിനെ പരസ്യമായി പ്രഖ്യാപിച്ച് വാഴിച്ചു. ഒന്നാമത്തെ സൂനോദോസിന്റെ ഒരു വകുപ്പാണത്. മൂന്നാമത് ഗ്രീക്കിലെ ബോസ്കോ എന്ന വാക്കാണ് നാം മേയിക്കുക എന്ന് തർജ്ജമ ചെയ്യുന്നത്. തീറ്റിപ്പോറ്റുക, പോറ്റി വളർത്തുക, പരിപോഷിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഗ്രീക്കിൽ അർണി എന്ന വാക്കാണ് നാം കുഞ്ഞാടുകളും തർജ്ജമ ചെയ്യുന്നത്. പത്രോസ് സഭയിലെ തീരെ ചെറിയ അംഗങ്ങളെ ഊട്ടുകയും പോറ്റുകയും വേണം. എങ്ങനെയാണ് ഊട്ടുകയും പോറ്റുകയും എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായി അപ്പം കൊടുക്കുന്നതിനെ കുറിച്ചല്ല. അതും കൊടുക്കേണ്ടി വരാം, പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വചനം കൊണ്ടും കൂദാശ കൊണ്ടും. അപ്പൊ വചനവും കൊടുത്ത് കൂദാശകളും കൊടുത്ത്, വചനപ്രഘോഷണമാണ് കൂദാശ, വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂദാശ. അതെല്ലാം കൊടുത്ത്
ഈ സഭയിൽ അംഗങ്ങളെ തീറ്റിപ്പോറ്റണമെന്നാണ് പത്രോസിനോട് ഈശോ പറയുന്നതും ആവശ്യപ്പെടുന്നതും. നമ്മൾ 2-3 ചോദ്യങ്ങളിലേക്കൊന്നും ഇപ്പം നമ്മൾ കടക്കുന്നില്ല. ഇത് ഇപ്പം ഈ പറഞ്ഞിടത്തോളം തന്നെ നമുക്ക് ധ്യാനിക്കാൻ ഇഷ്ടം പോലെയായി. നമുക്ക് ഈ യേശുവിൻ്റെ സഭ, അവൻ്റെ സഭ, ആ സഭ, അതിന് കർത്താവ് തന്നെ നിയമിച്ച മുഖ്യ ഇടയൻ, ഇതെല്ലാം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഇത് അംഗീകരിക്കാതെ സഭയിൽ നിന്ന് വിട്ടുപോയവർക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന അർത്ഥമുണ്ട്. 2, നമ്മൾ തന്നെയും മാർപ്പാപ്പി അനുസരിക്കുക എന്ന അർത്ഥമുണ്ട്. മാർപ്പാപ്പി അനുസരിക്കാതെ തോന്നി വല്ല കുർബാന ചൊല്ലുന്ന ഒരു രൂപത തന്നെ നമുക്കുണ്ട്. പിന്നെ മാർപ്പാപ്പി അനുസരിക്കുന്നെന്ന് പറയുകയും ഏകീകൃത കുർബാന ചൊല്ലുന്ന പറഞ്ഞിട്ടും തോന്നി പോലെ കുർബാന ചൊല്ലുന്ന ആളുകളുണ്ട്. തോന്നി പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നവരുണ്ട്. അതായത് മാർപ്പാപ്പി അനുസരിക്കുന്നത് പറയുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യാം. ഈ തിരുവചനങ്ങളിൽ പറയുന്ന നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാത്തവര്, നമ്മൾ ഉത്തരം കൊടുത്താൽ പോലും നമുക്ക് അതുപോലെ ജീവിക്കാൻ അത്ര എളുപ്പമല്ല. എന്നിട്ട് അതൊരു ദൗർബല്യമായിട്ട് വരാം. ഇത് ദൗർബല്യമല്ലല്ലോ. മാർപ്പാപ്പി അനുസരിക്കാതെ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലുന്നത് ദൗർബല്യമല്ലല്ലോ. അത് മാലിസ് ആണ്, കുറ്റകൃത്യമാണ്, കറപ്ഷനാണ്. അപ്പൊ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കൺവെട്ടത്തെ കാണുകയാണ് മാർപ്പാപ്പി അംഗീകരിക്കാത്ത ഒരു രൂപത, മാർപ്പാപ്പി അംഗീകരിക്കാത്ത മെത്രാന്മാര്, മാർപ്പാപ്പി അംഗീകരിക്കാത്ത ഒരു സഭാ തലവൻ. എന്നിട്ട് അവരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു. പലരും പിൻവാതിലുടെ കയറിക്കൂടുന്നു. എന്തൊരു കഷ്ടമാണിത്. എന്നിട്ട് നമുക്ക് ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട നേതൃത്വമാണിപ്പോ. ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടവര് എല്ലാവരും പറഞ്ഞത് അച്ഛന്മാരുടെ പിന്നെ മെത്രാന്മാരുടെ ബഹുമാനം പോയെന്നാണ്. ബഹുമാനം പോയിട്ടുണ്ടാകാം, പക്ഷെ അതല്ലല്ലോ വിഷയം. ബഹുമാനം പോണെങ്കിൽ പോട്ടെ, അതല്ല വിഷയം. ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ പറഞ്ഞതുപോലെ പത്രോസിനോട് ചോദിച്ച ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കുകയാണ്. ഇവരെക്കാൾ അധികം ദൈവസ്നേഹത്താൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉത്തരം കൊടുക്കാൻ പ്രയാസമുള്ള ചോദ്യമാണ്. എങ്കിലും എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഒരു സുഹൃത്തിനോടുള്ള പോലെ നിന്നെ സ്നേഹിക്കാനുള്ള എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ആ ഒരു മോഹമെങ്കിലും പ്രകടിപ്പിക്കാനും ആ മോഹത്തിനനുസരിച്ച് ജീവിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. വളരെ ഗൗരവത്തോടെ ഓരോരുത്തരും ചിന്തിക്കണം. കാരണം നമ്മുടെ കൺവെട്ടത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് വരെ നമുക്ക് ഈ വചനത്തിന്റെ പ്രസക്തി ഒരുപക്ഷെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമ്മുടെ കൺവെട്ടത്തെ കാണുകയാണ് തിരുവചനത്തെ നഗ്നമായി ലംഘിക്കുന്ന ഒരു സഭ, അതിലെ ഒരു രൂപത, ആസ്ഥാന രൂപത, അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറെ ശീശമക്കാരുടെ മറ്റു രൂപതകള്. എന്നിട്ട് അതിനൊന്നും ഒരു പ്രയാസമില്ലാതെ ഇതൊക്കെ ഇങ്ങനെ നടക്കും, 10-15 കൊല്ലം ഇങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞ് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു നേതൃത്വ നിര. ഇതെല്ലാം കർത്താവിന്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ഈ ഇടയ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന നമ്മുടെ വശത്ത് വ്യക്തിപരമായിട്ടോ സഭാത്മകമായിട്ടോ നമ്മുടെ വശത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താനും കർത്താവിനെ സ്നേഹിക്കാനുള്ള മോഹമെങ്കിലും നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കാനും നമുക്ക് സാധിക്കട്ടെ, കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.